ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബെഞ്ചിലിരുത്തണം. അയാളെ ടീമിലെടുത്തത് തന്നെ തെറ്റാണ്. എതിരാളികളുടെ പോസ്റ്റിൽ പെട്ടിക്കടയിടുന്നവൻ, സ്വന്തം ടീമംഗങ്ങൾക്ക് പോലും ഇഷ്ടമില്ലാത്തവൻ, പോർച്ചുഗലിന്റെ ശാപമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇങ്ങനെ വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ റൊണാൾഡോ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. അയാൾ പക്ഷേ നിശബ്ദനായിരുന്നു. സാഹചര്യം ഒത്തുവരുന്നതിനായി അദ്ദേഹം കാത്തിരുന്നു. ഒടുവിലിതാ ആ ദിവസം വന്നെത്തി. ആദ്യ മത്സരത്തിൽ DR കോങ്കോക്കെതിരെ പോർച്ചുഗൽ സമനില പിടിച്ചപ്പോൾ എല്ലാവരും കരുതി റൊണാൾഡോക്ക് പിഴച്ചെന്ന്. അതിനാൽ തന്നെ പല വിമർശകരും അയാളെ വേട്ടയാടി. എന്നാൽ രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ 5-0 എന്ന മാർജിനിൽ വിജയം കൈവരിക്കുമ്പോൾ ആ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയത് ക്രിസ്ത്യാനോയായിരുന്നു. ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചും അയാൾ തന്നെയായിരുന്നു. വിമർശകർക്കുള്ള മറുപടി വെറും അടുത്ത മാച്ച് കൊണ്ടാണ് അയാൾ മറുപടി നൽകിയത്. എന്നാൽ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിലും റൊണാൾഡോക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. വീണ്ടും വിമർശകർ അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ വിമർശകരുടെ വേട്ടയാടൽ കൂടുതൽ കാലം നീണ്ടുനിന്നില്ല. വീണ്ടും ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെ അയാൾ വീണ്ടും അവതരിക്കുകയാണ്. വിമർശകരുടെ വായടപ്പിക്കുകയാണ്. എനിക്കുറപ്പുണ്ടായിരുന്നു അയാൾക്ക് തിരികെ വരാതിരിക്കാൻ സാധിക്കില്ലെന്ന്. എന്തൊരു തിരിച്ചുവരവായിരുന്നു ഇത്. ഒരേയൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ. അയാൾക്ക് തുല്യം അയാൾ മാത്രമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിങ്ങുകളിലൂടെ പറന്നു നടന്ന് ഒടുവിൽ അവരുടെ ആരാധകരുടെ ഹൃദയങ്ങളിലേക്ക് ചാട്ടുള്ളി പോലെ കയറിച്ചെന്ന പയ്യൻ. ജോർജ് ബെസ്റ്റും എറിക് ആന്റോണിയും അനശ്വരമാക്കിയ ആ 7-ാം നമ്പറിന്റെ മൂല്യം കാത്തു സൂക്ഷിച്ചവൻ റയലിലെത്തുമ്പോൾ ലോകത്തിലെ മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നു. സാമാന്യം നല്ല വേഗതയുള്ള ഒരു വിങ്ങറുടെ യുവത്വത്തിന്റെ ചോരത്തിളപ്പ് അവസാനിക്കുമ്പോൾ അയാളുടെ ഫുട്ബോൾ ജീവിതവും മറ്റു പലരെയും പോലെ വിസ്മൃതിയിലേക്ക് നീങ്ങുമെന്ന് കരുതിയവരമ്പരിപ്പിച്ചുകൊണ്ട് റയലിലൂടെ ആധുനിക ഫുട്ബോളിലെ മികച്ച ഫുട്ബോളർമാരുടെ നിലയിലേക്കാണ് ആ കളിക്കാരൻ ഉയർന്നു പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയർ അയാളുടെ സ്വഭാവവിശേഷതകൾ കൊണ്ടോ കരിയറിന്റെ അവസാന പാദത്തിലെ പ്രകടനങ്ങൾ കൊണ്ടോ വിലയിരുത്തപ്പെടേണ്ടതല്ല. കൃത്യമായി രേഖപ്പെട്ടിട്ടുള്ള 975 ഗോളുകൾ. 975ാമത്തെ ഗോൾ വരുന്നത് ഈ ലോകകപ്പിൽ 41ാമത്തെ വയസ്സിലായിരുന്നു. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ ലീഗുകളിലൂടെ വിജയകരമായി കടന്നുപോയൊരു ജ്വലിക്കുന്ന കരിയറാണത്. യുവന്റസിലെത്തുന്ന റൊണാൾഡോ തന്റെ പീക്കിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ കളിക്കാരനായിട്ടുകൂടി പോലും ഗോൾ സ്കോറിംഗിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ലോകത്തിലെ 3 പ്രധാനപ്പെട്ട ലീഗുകളിൽ തകർപ്പൻ പ്രകടനങ്ങൾ, 3 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 2 ലാ ലീഗ, 2 സിരിയ കിരീടങ്ങൾ, 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 5 തവണ ബാലൻ ഡിയോർ, പോർച്ചുഗൽ ജേഴ്സിയിൽ യൂറോ കപ്പ്, നാഷൻസ് ലീഗ് വിജയങ്ങൾ, 1000-ഓടടുക്കുന്ന കരിയർ ഗോളുകൾ. എഴുതി തള്ളപ്പെടുമ്പോഴെല്ലാം തിരികെ വന്നിട്ടുണ്ട് ഗോളുകളുമായി തന്നെ. കരിയറിന്റെ അവസാന പാദത്തിലും മാറ്റമില്ലാതെ അയാളത് ആവർത്തിക്കുകയാണ്. പോർച്ചുഗലിനു വേണ്ടി ഇത്തവണ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് റൊണാൾഡോ തന്നെയായിരുന്നു. ലോകകപ്പ് തുടങ്ങിയപ്പോൾ ടീമിനൊരു ബാധ്യതയാണെന്ന വിമർശനങ്ങൾ പരക്കെ ഉണ്ടായിരുന്നു. ടീമിനുള്ളിലെ പൊട്ടിത്തെറികൾ എല്ലാം മടങ്ങിയെത്തുന്നുണ്ട്. ഒപ്പം തൻ്റെതായൊരു ദിവസം കാലത്തെ ചെറുതായൊന്ന് പിടിച്ച് പുറകോട്ട് നടത്തുന്ന റൊണാൾഡോയും മടങ്ങിയെത്തുകയാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ കാൻസലോയുടെ ഒരു ലോ ക്രോസ്. ബോക്സിൽ കൃത്യമായ പൊസിഷനിങ്ങിലാണ്. ഫസ്റ്റ് ടൈം ഷോട്ട് വലയിലെത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഹ്യൂസ്റ്റണിലെ ഗാലറിയിൽ നിന്നയാൾ പ്രകടനം കൊണ്ട് തന്നെ ആദരവ് പിടിച്ചു വാങ്ങുകയാണ്. പിന്നീട് ഒരിക്കൽ കൂടി ആ കരിയർ അനാലിസിസിന് വിധേയമാക്കപ്പെടുമ്പോൾ അയാളുടെ മനുഷ്യ സാഹചര്യമായ ദൗർബല്യങ്ങളെയെല്ലാം അല്പം പുറകിലോട്ട് മാറ്റി നിർത്തേണ്ടി വരും. റൊണാൾഡോ ജഡ്ജ് ചെയ്യപ്പെടേണ്ടത് അദ്ദേഹം ഈ മനോഹരമായ ഗെയിമിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ പേരിലാവണം. അസാമാന്യമായ ട്രിബ്ലിംഗ് കഴിവും വേഗതയും ഒത്തിണങ്ങിയ വിങ്ങറായി തുടങ്ങി പിന്നീട് ക്ലിനിക്കൽ ഫിനിഷിംഗിന്റെ അവസാന വാക്കായ ഒരു സെന്റർ ഫോർവേഡായും ഒടുവിൽ ക്രിയേറ്റിവിറ്റിയും ട്രിബ്ലിങ്ങും ഓഫ് ദ ബോൾ മൂവ്മെന്റുമെല്ലാം മാറ്റിവെച്ചൊരു പോച്ചറായും മാറിയ ഒരു കളിക്കാരൻ. ഈ ഗെയിമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രൊഫിലിക്കായ ഒരു ഗോൾ സ്കോററാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെ, നിർത്തിയെന്ന് വിചാരിക്കുന്ന ഓരോ നിമിഷവും എവിടെ നിന്ന് തുടങ്ങിയോ അതേ ആർജവത്തോടെയാണ് പറങ്കിപ്പടയുടെ കാവലാളായി താങ്കൾ ഓരോ നിമിഷവും ടീമിനെ രക്ഷിക്കാനായി അവതരിക്കുന്നത്.
എതിരാളികളിൽ മൂകതയുടെയും പരാജയഭാരത്തിന്റെയും കൂമ്പാരം സമ്മാനിച്ച് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മനുഷ്യ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വിമർശനത്തിന്റെ അസ്ത്രങ്ങൾ തന്നിൽ തറച്ച ആ നാളുകൾ? ഇന്നിത വിമർശകർക്ക് മറുപടിയായി അയാൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വരാതിരിക്കാൻ അയാൾക്ക് സാധിക്കില്ലല്ലോ. അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോയല്ലേ.